ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. കാർബേറ്ററിൻ്റെ ഫ്ലോട്ട് വാൽവ് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയതാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി സർവീസ് കഴിഞ്ഞ് പോയതാണ്. സർവീസിന് കയറ്റിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയായിരുന്നതാണ്. പക്ഷേ അന്ന് തന്നെ പണി കിട്ടി. ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മൊത്തത്തിൽ സ്റ്റക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ജാമായിരിക്കായിരുന്നു. അതാണ് മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ ഞാൻ കാർബേറ്റർ അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ പെട്രോൾ ഇപ്പോൾ പറഞ്ഞ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഏകദേശം ഒരു 10 വണ്ടി എടുത്താൽ അതൊരു 8 വണ്ടിയുടെയും കാർബേറ്റർ ദ്രവിച്ച് പോകുന്ന കംപ്ലൈൻറ്റാണ്. ദ്രവിച്ച് പോകുന്ന രീതിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയതാണ് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട്. ഇതിങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും ഈ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് അടിക്കടി കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവർഫ്ലോ കംപ്ലൈൻറ്റ് വീണ്ടും റിപ്പീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷനില്ല, മാറ്റി പുതിയത് സെറ്റ് ചെയ്യാനാണ് പറ്റുള്ളൂ. കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അപ്പം നിലവിൽ ഫ്ലോട്ട് വാൽവ് മാറ്റി, അതായത് ഈ ഫ്ലോട്ട് വാൽവ് മാറ്റി കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് ഒരു പരിധി വരെ അതിന് സോൾവ് ആവേണ്ടതാണ്. 100% ഉറപ്പ് നമ്മൾ പറയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ അങ്ങനത്തെയാണ്. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ മൂലകാരണം. പിന്നെ അത് ഈ ഒരു സ്ലോ ജെറ്റും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി മിസ്സിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ആദ്യമേ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇത് അഴിച്ച് നോക്കുമ്പോൾ സ്ലോ ജെറ്റ് ബ്ലോക്കാണ്. അപ്പോൾ ഈ ജെറ്റ് 60 രൂപ നമുക്ക് അതിന് റേറ്റ് വന്നോളൂ ഈ ജെറ്റിന്. അപ്പോൾ അതും നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലെ ഓവർഫ്ലോ കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ടുള്ള റിപ്പയറിങ്ങാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവർഫ്ലോ കംപ്ലൈൻറ്റ് കാർബേറ്റർ കംപ്ലൈൻറ്റ് ചെയ്യാത്ത ഒരു ദിവസമില്ല എന്നുള്ളതാണ്. ചുരുങ്ങിയതിപ്പോൾ ഈ ഒരു 3-4 മാസമായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കംപ്ലയിൻറ്റ്സ് വന്നതാണ്. അപ്പോൾ ഉപയോഗിക്കാണ്ട് വണ്ടി കയറ്റി വെച്ചാൽ ഉറപ്പായിട്ടും കാർബേറ്റർ പോകും, 100% ഉറപ്പാണ്. ഓട്ടം കുറവുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതലുമാണ്. ഡെയിലി ഉപയോഗിച്ചിരിക്കുന്ന വണ്ടികൾ പൊതുവെ കുറവാണ്. ഇത് കുറച്ച് ദിവസം നമ്മൾ അനക്കാണ്ട് ഇവിടെ വണ്ടി വെച്ചായിരുന്നു. വണ്ടി വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊണ്ടുപോകേണ്ടായില്ല. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന കേസാണ്. റിപ്പീറ്റ് ഇത് തന്നെയാണ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. അതല്ലെങ്കിൽ കൂടി കംപ്ലയിൻറ്റ് വരും, കുറച്ച് വൈകുമെന്നുള്ളൂ. ഒട്ടുമിക്ക വണ്ടികൾ ഏകദേശം ഒരു 80% വണ്ടികൾ കംപ്ലയിൻ്റ് ആണ്. കാരണം കഴിഞ്ഞാൽ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. എത്തനോൾ മിക്സ് ചെയ്തിട്ട് വന്നാണ് പ്രോബ്ലംസാണ്. കംപ്ലയിൻറ്റ് ഇത് തന്നെയാണ് നമുക്ക് കേൾക്കാൻ നേരമുള്ളൂ. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മെക്കാനിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്രോൾ നല്ല പെട്രോൾ കിട്ടാത്ത കാലത്തോളം എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻ്റായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി തന്നെ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.